ബലാത്സംഗ കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ പി.ജി. മനുവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഫെബ്രുവരി 6 വരെയാണ് കസ്റ്റഡി കാലാവധി. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. എറണാകുളം സ്വദേശിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുൻ സർക്കാർ അഭിഭാഷകനായിട്ടുള്ള പി.ജി. മനുവിനെയാണ് 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ കോടതി വിട്ടിട്ടുള്ളത്. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് മനു പുത്തൻകുരിശ് ഡിവൈഎസ്പി മുൻപാകെ കീഴടങ്ങിയത്. നേരത്തെ സുപ്രീം കോടതി ഒപ്പം തന്നെ ഹൈക്കോടതിയും മനുവിന്റെ മുൻകൂർ ജാമ്യ ഹർജികൾ തള്ളിയിരുന്നു. തുടർന്നാണ് കീഴടങ്ങൽ. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷമാണ്, വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് മനുവിനെ കോടതി മുൻപാകെ ഹാജരാക്കിയത്. എന്തായാലും കൂടുതൽ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കസ്റ്റഡി വേണമെന്നുള്ള ഒരു ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 7 ദിവസത്തെ കസ്റ്റഡി, അതായത് ഫെബ്രുവരി 6 വരെ പോലീസ് കസ്റ്റഡിയിലേക്ക് മനുവിനെ കോടതി വിട്ടു നൽകിയിട്ടുള്ളത്. എന്തായാലും അതിനുശേഷം മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട്. കടവന്ത്രയിലെ വക്കീൽ ഓഫീസിലേക്ക് നിയമസഹായം ചോദിച്ചെത്തിയ യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു മനുവിനെതിരായിട്ടുള്ള പരാതി. ആ പരാതിന്മേൽ ചോറ്റാനിക്കര പോലീസാണ് കേസെടുത്തത്. കേസെടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ സീനിയർ സർക്കാർ അഭിഭാഷകനായ ഇയാളെ ആ സ്ഥാനത്ത് നിന്നും എ.ജിയുടെ ഓഫീസ് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. തന്റെ കരിയർ തകർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണവും പരാതിയും ഉന്നയിക്കുന്നതെന്നായിരുന്നു മനു മുൻകൂർ ജാമ്യ ഹർജിയിൽ അടക്കം ഉന്നയിച്ചതെന്ന. പക്ഷേ ഹൈക്കോടതി അടക്കം ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ പ്രസക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം കൂടി അന്ന് നടത്തിയിരുന്നു. അതായത് മനുവിനെതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഗൗരവകരമാണ് എന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. നിരീക്ഷണം. സിംഗിൾ ബെഞ്ച് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്തായാലും മനുവിനെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്കാണ് കോടതി വിട്ടിരിക്കുന്നത്. 7 ദിവസത്തിന് ശേഷം പിന്നീടുള്ള ബാക്കി നടപടിക്രമങ്ങളും പൂർത്തിയാക്കും.